ഇന്ത്യൻ ടി-20 ടീമിന്റെ നായകസ്ഥാനം സഞ്ജു സാംസൺ അർഹിച്ചിരുന്നതായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ സാംസൺ വിശ്വനാഥ്. അദ്ദേഹം തന്നെ തന്റെ മകന് വേണ്ടി ഇതിനു മുൻപും മുൻപന്തിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു മകൻ ക്രിക്കറ്റിൽ തന്നെ മറ്റൊരു സ്ഥാനം വഹിക്കുകയാണ്. എന്നാൽ എപ്പോഴും സഞ്ജുവിനെ കുറിച്ചാണ് അദ്ദേഹം കൂടുതലും പറഞ്ഞെത്തുക. കാരണം സഞ്ജു അത്ര കഴിവുള്ള മകൻ തന്നെയാണ്. അവൻ ഇവിടെ ഒന്നും നിൽക്കേണ്ടവനല്ല എന്നുള്ളൊരു ബോധം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ളത് സഞ്ജുവിന്റെ അച്ഛന് തന്നെയാണെന്ന് എടുത്തു പറയാൻ സാധിക്കും. ഇപ്പോഴിതാ മുൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ വരെ തന്റെ മകനെ നായകസ്ഥാനത്തേക്ക് പിന്തുണച്ചിട്ടുള്ളതാണെന്ന് കോച്ച് ഗൗതം ഗംഭീറും പിന്തുണച്ചിട്ടും അവൻ അത് ലഭിച്ചില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും അദ്ദേഹത്തിന്റെ വിഷമം എല്ലാവരെയും അറിയിക്കുകയുമാണ് ചെയ്യുന്നത്. സേഫ് ആർട്ട് എന്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് ചാനൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചതും അദ്ദേഹത്തിന്റെ വിഷമമെല്ലാം പുറത്തു പറഞ്ഞതും. പുതിയ ടി-20 ക്യാപ്റ്റനായി വന്നിട്ടുള്ള ശ്രേയസ് അയ്യരും ഈ റോളിന് അർഹതയുള്ള താരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മകന് വേണ്ടി സംസാരിക്കുമ്പോൾ മറ്റൊരാളെ തഴയിൽപ്പെട്ട് അവിടെ സംസാരിക്കുന്നില്ല, മോശമാക്കുന്നില്ല. അതെല്ലാവരും മാതൃകയാക്കേണ്ട കാര്യം തന്നെയാണെന്ന് സഞ്ജുവിന്റെ ആരാധകർ പറയുന്നുണ്ട്. അടുത്തിടെയാണ് ICC ടി-20 ലോകകപ്പ് വിന്നിംഗ് ക്യാപ്റ്റൻ കൂടിയായ സൂര്യകുമാർ യാദവിനെ നീക്കി പകരം ശ്രേയസിനെ ഈ ചുമതല ഏൽപ്പിച്ചത്. വൈസ് ക്യാപ്റ്റൻസി യുവതാരം തിലക് വർമ്മയ്ക്കും നൽകുകയായിരുന്നു. വരാനിരിക്കുന്ന UK പര്യടനത്തിലും ഏഷ്യൻ ഗെയിംസിലുമെല്ലാം ശ്രേയസിന് കീഴിലാണ് ഇന്ത്യ ഇറങ്ങാൻ പോകുന്നതും. കേരളത്തിന്റെ അണ്ടർ-19 ക്യാപ്റ്റനായിട്ടുള്ളവരാണ് സഞ്ജു. പിന്നീട് അണ്ടർ-16, അണ്ടർ-19 ടീമുകളെയും അവർ നയിച്ചിട്ടുണ്ട്. സഞ്ജു കളി തുടങ്ങിയത് തന്നെ ക്യാപ്റ്റനായിട്ടാണ്. കേരളം അവനെ നായകനാക്കുകയും ചെയ്തു.